Next year, President Ayulla, Sabu Chetan, Sabu Varghese, Arendo, Jomi. അവർ മൂന്നുപേരും കൂടെ സ്റ്റേജിലേക്ക് വരിക. ഓക്കെ, ജസ്റ്റ് ഒരു ചേഞ്ച് ഉണ്ട്.
എല്ലാവർക്കും നമസ്കാരം. ആദ്യമായിട്ട് തന്നെ FOCയിലെ എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും നല്ലൊരു ഓണം ആശംസിക്കുന്നു. 2025 ആണ്ടിൻ്റെ ഓണത്തിൻ്റെ എല്ലാവിധ ആശംസകളും എല്ലാവർക്കും നേരുന്നു. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ നമ്മുടെ FOCയുടെ 9ാമത്തെ ഓണം സെലിബ്രേഷനാണ് ഇന്നിവിടെ നടക്കുന്നത്. അപ്പോൾ വലിയ മുഖവരകളൊന്നും ഇല്ലാതെ തന്നെ ഞാൻ വെൽക്കം സ്പീച്ചിലേക്ക് ഞാൻ കടക്കുകയാണ്. തീർച്ചയായിട്ടും നമ്മളെ വിഷ് ചെയ്യാനും നമ്മളുടെ ആഘോഷങ്ങളിൽ പങ്കെടുക്കാനും ഒക്കെ ആയിട്ട് മാവേലി ഇന്നിവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. അപ്പോൾ മാവേലിനെ ഞങ്ങളുടെ ഈ കൊച്ചു ഗ്രൂപ്പിലേക്ക് FOCയിലെ എല്ലാ മെമ്പേഴ്സിൻ്റെയും പേരിൽ ഞാൻ ഹാർദമായി സ്വാഗതം ചെയ്തുകൊള്ളുന്നു. അടുത്തതായി സ്വാഗതം പറയേണ്ടത് തീർച്ചയായും നമ്മുടെ പ്രസിഡന്റ് ശ്രീ അരുണാണ്. നമുക്കറിയാം, കഴിഞ്ഞ ഒരു വർഷത്തോളം FOCയെ വളരെ ഭംഗിയായിട്ട് അരുൺ മുന്നോട്ട് നയിച്ചിട്ടുണ്ട്. നമ്മളെ ഈ പ്രോഗ്രാമുകൾ ഓർഗനൈസ് ചെയ്യുക, മുന്നോട്ട് കൊണ്ടുപോകുക, ഇതിലെല്ലാം വലിയ കാര്യമായിട്ട് ഞാൻ എപ്പോഴും കാണുന്നത് FOCയുടെ ഒത്തൊരുമയും ഐക്യവും കാത്തു സൂക്ഷിച്ച് ഒരു വർഷക്കാലം മുന്നോട്ട് കൊണ്ടുപോവുക എന്നുള്ളതാണ്. അതിൽ തീർച്ചയായിട്ടും അരുൺ നല്ല രീതിയിൽ എഫോർട്ട് എടുത്തിട്ടുണ്ട്, വിജയിച്ചിട്ടുണ്ട് എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. അരുണിനെ നമുക്ക് എല്ലാവർക്കും അറിയാം. അരുണിൻ്റെ ഒരു ക്യാരക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ കാം ആൻഡ് കമ്പോസ്ഡ് ആയിട്ടുള്ള ഒരു പേഴ്സണാലിറ്റിയാണ്. അരുണിൻ്റെ ആ ഒരു വ്യക്തിത്വത്തിൻ്റെ പ്രത്യേകത കൂടി FOCയെ വളരെ സുഗമമായിട്ട് മുന്നോട്ട് നയിക്കാൻ സഹായിച്ചിട്ടുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. അപ്പോൾ കഴിഞ്ഞ ഒരു വർഷക്കാലത്തോളം ഞങ്ങൾ FOCയ്ക്ക് നൽകിയ എല്ലാ സംഭാവനകളും, എല്ലാ എഫോർട്ടും ഓർത്തുകൊണ്ട് അരുണിനെ ഹാർദമായിട്ട് FOCയുടെ ഓണം സെലിബ്രേഷനിലേക്ക് ഞാൻ സ്വാഗതം ചെയ്തു കൊടുക്കുന്നു. അടുത്തതായിട്ട് സ്വാഗതം പറയേണ്ടത് തീർച്ചയായിട്ടും നമ്മുടെ സെക്രട്ടറി ഷെറിൻ, അതുപോലെ ട്രഷററായിട്ടുള്ള ജിൻഡുവിനുമാണ്. നമ്മുടെ FOCയെ കുറിച്ച് ആലോചിക്കുമ്പോൾ നമ്മുടെ FOCയുടെ ഏറ്റവും ബലം അല്ലെങ്കിൽ ശക്തി അല്ലെങ്കിൽ നമുക്ക് അഭിമാനിക്കാവുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ FOCയിൽ ശക്തരായിട്ടുള്ള നല്ല വ്യക്തിത്വമുള്ള അല്ലെങ്കിൽ എന്ത് കാര്യത്തിനും തൻ്റെ ഇടത്തോടെ മുന്നോട്ട് വരാൻ കഴിയുന്ന ഒരു പറ്റം സ്ത്രീകളുണ്ട് എന്നുള്ളതാണ്. അത് തന്നെയാണ് നമ്മുടെ ഏറ്റവും വലിയ ബലം എന്നുള്ളതിൽ ഒരു സംശയവുമില്ല. ഒരു കാര്യത്തിൽ പോലും പിന്നോട്ട് നിൽക്കാതെ മുന്നോട്ട് വന്ന് ഉത്തരവാദിത്വം ഏറ്റെടുത്ത് നമുക്ക് വേണ്ടി നടത്താൻ അവർ ശ്രമിക്കാറുണ്ട്. അങ്ങനെയുള്ള ആളുകളിൽ നിന്ന് 2 പേരാണ് ഇത്തവണ നമുക്ക് ഭാഗ്യവശാൽ സെക്രട്ടറിയും ട്രഷറുമായിട്ട് കിട്ടിയിട്ടുള്ളത്. കഴിഞ്ഞ വർഷം ഒരു വർഷത്തോളം സെക്രട്ടറി ആയിട്ട് ഷെറിനും അതുപോലെ ട്രഷറർ എന്ന സ്ഥാനത്ത് ജിൻഡുവും അവരുടെ കർത്തവ്യങ്ങൾ ഭംഗിയായിട്ട് നിർവഹിച്ചിട്ടുണ്ട്. നിങ്ങൾ FOCയ്ക്ക് നൽകിയ എല്ലാ സംഭാവനകളെയും ഞങ്ങൾ വളരെയധികം വിലമതിക്കുന്നു. 2 പേർക്കും ഹാർദമായിട്ട് FOC ഓണം പരിപാടികളിലേക്ക് സ്വാഗതം ചെയ്തു കൊടുക്കുന്നു. അടുത്തതായിട്ട് സ്വാഗതം പറയേണ്ടത് നമ്മുടെ PRO അനുചേച്ചിക്കാണ്. അനുചേച്ചിയെ നമുക്ക് എല്ലാവർക്കും അറിയാം. FOC തുടങ്ങിയ കാലം മുതൽ FOCയെ ശക്തമായിട്ട് മുന്നോട്ട് നയിക്കുന്ന FOCയുടെ അമരക്കാരിൽ ഒരാൾ എന്ന് തന്നെ പറയാം. അനുചേച്ചി മുന്നിലുണ്ട്. അനുചേച്ചി അത്രയധികം FOCയെ സ്നേഹിക്കുന്നുണ്ട്. അനുചേച്ചിക്ക് FOCയിൽ നിന്ന് മാറി നിൽക്കാൻ സാധിക്കുകയില്ല. കഴിഞ്ഞ തവണ PRO എന്ന് പറഞ്ഞ് പുതിയൊരു ആശയമായിട്ട് മുന്നോട്ട് വരുമ്പോൾ തീർച്ചയായിട്ടും എനിക്കറിയില്ലായിരുന്നു ഈ PRO എന്ന് പറയുന്ന പോസ്റ്റ് അല്ലെങ്കിൽ ഇങ്ങനെ ഒരു പൊസിഷൻ്റെ ഇമ്പോർട്ടൻസ് എത്രത്തോളം ഉണ്ട്, എത്രത്തോളം കാര്യങ്ങൾ അതിൽ ചെയ്യാൻ സാധിക്കുമെന്നുള്ളത്. പക്ഷേ അനുചേച്ചി കഴിഞ്ഞ ഒരു വർഷത്തോളം കാലം PRO എന്ന റോളിൽ വളരെ ഭംഗിയായിട്ട് നിർവഹിച്ചിട്ടുണ്ട്. PRO എന്ന് പറയുമ്പോൾ നമുക്കറിയാം, നമുക്ക് സംഘടനാപരമായിട്ടോ അല്ലെങ്കിൽ വ്യക്തിപരമായിട്ടോ നമുക്ക് എന്തെങ്കിലും പ്രശ്നങ്ങൾ നമുക്ക് നേരിടുന്നുണ്ടെങ്കിൽ നമുക്ക് തുറന്നു പറയണമെന്നുണ്ടെങ്കിൽ ധൈര്യപൂർവ്വം നമുക്ക് അപ്രോച്ച് ചെയ്യാൻ പറ്റുന്ന FOCയിലെ ആളാണ് PRO എന്ന് പറയുന്നത്. അതിൻ്റെ വേണ്ട കോൺഫിഡൻഷ്യാലിറ്റിയോടുകൂടി ഒരു സഹോദരി പോലെയോ അല്ലെങ്കിൽ ഒരു ചേച്ചിയെ പോലെയൊക്കെ അനുചേച്ചി പല കാര്യങ്ങളും ഡീൽ ചെയ്തിട്ടുള്ളത്, കൂടെ ഇരുന്ന് ആശ്വസിപ്പിച്ചിട്ടുള്ളത്, കൂടെ നിന്നിട്ടുള്ളത് തീർച്ചയായിട്ടും എനിക്കറിയാം. ഞാനും PRO ആയിരുന്നത് കൊണ്ട് പലപ്പോഴും പല കാര്യങ്ങളും അനുസരിച്ച് എന്നോട് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ഇങ്ങനെ നല്ലൊരു ആശയവുമായിട്ട് മുന്നോട്ട് വന്നതിൽ അനുശേഷിയെ ഞാൻ അഭിനന്ദിക്കുന്നു.
ഒപ്പം ഈ പ്രോഗ്രാമിലേക്ക്, ഈ ഓണ സെലിബ്രേഷനിലേക്ക് സ്വാഗതം പറഞ്ഞുകൊള്ളുന്നു. അടുത്തതായിട്ട് സ്വാഗതം പറയേണ്ടത് നമ്മുടെ കമ്മിറ്റി മെമ്പേഴ്സിനാണ്. കമ്മിറ്റിയിലെ ഓരോ മെമ്പേഴ്സിനെയും, ഒത്തിരി മെമ്പേഴ്സുണ്ട്, ഓരോരുത്തരെയും പേരെടുത്ത് പറയാൻ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് നമുക്കിവിടെ മീഡിയ കമ്മിറ്റിയെ റെപ്രസെൻ്റ് ചെയ്തിരിക്കുന്ന മനു, അതുപോലെ നമ്മുടെ ഫെസിലിറ്റി കമ്മിറ്റിയെ റെപ്രസെൻ്റ് ചെയ്തിരിക്കുന്ന ഋതു, നമ്മുടെ കൾച്ചറൽ കമ്മിറ്റിയെ റെപ്രസെൻ്റ് ചെയ്തിരിക്കുന്ന ശബരി, സ്പോർട്സ് കമ്മിറ്റിയെ റെപ്രസെൻ്റ് ചെയ്തിരിക്കുന്ന സ്നേഹൻ, നമ്മുടെ ഫുഡ് കമ്മിറ്റിയെ റെപ്രസെൻ്റ് ചെയ്തിരിക്കുന്ന റോണിച്ചേട്ടൻ. നിങ്ങൾക്കും നിങ്ങളുടെ കൂടെ കഴിഞ്ഞ ഒരു വർഷക്കാലം ശക്തമായിട്ട് വളരെ വലിയ പിന്തുണ നിന്ന് നിങ്ങളുടെ പിന്നിൽ നിന്ന് പ്രവർത്തിച്ച നിങ്ങളുടെ ടീം അംഗങ്ങൾക്കും തീർച്ചയായിട്ടും അറിയാം എത്രത്തോളം ശ്രമകരമായിട്ടുള്ള പരിപാടിയാണ് ഓരോ പ്രോഗ്രാമും കോർഡിനേറ്റ് ചെയ്യുന്നത്. അതിൻ്റെ പിന്നിലെ പ്രവർത്തനങ്ങളെന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നു. FOCയിലെ എല്ലാ മെമ്പേഴ്സിനും വേണ്ടി അതിൻ്റെ പേരിൽ നിങ്ങളോട് നന്ദി പറഞ്ഞുകൊണ്ട് നിങ്ങളെല്ലാവരെയും, നിങ്ങളുടെ ടീം മെമ്പേഴ്സിനെയും ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. അടുത്തതായിട്ട് സ്വാഗതം പറയേണ്ടത് നമ്മുടെ അടുത്ത വർഷത്തെ കമ്മിറ്റിയിലേക്ക് എലക്ട് ചെയ്യപ്പെട്ട പ്രസിഡന്റ് ആയിട്ടുള്ള സാബുചേട്ടൻ, സെക്രട്ടറി ആയിട്ടുള്ള റിൻഡു, ഒപ്പം ട്രഷററായിട്ടുള്ള ജോമിൻ, മറ്റ് കമ്മിറ്റി മെമ്പേഴ്സ്. വളരെ നല്ല അല്ലെങ്കിൽ ശക്തമായിട്ടുള്ള ഒരു നേതൃത്വ നിരയാണ് അടുത്ത വർഷത്തേക്ക് നമ്മളെ നയിക്കാൻ വേണ്ടി നമുക്ക് ലഭിച്ചിട്ടുള്ളത്. FOCയിൽ നമ്മളെല്ലാവരും തീർച്ചയായിട്ടും ഇവരിൽ നിന്ന് വലിയ കോൺട്രിബ്യൂഷൻസ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട്. ഇത് നയിക്കാനായിട്ട് മുന്നോട്ട് വരാൻ നിങ്ങൾ കാണിച്ച മനസ്സിനെ ഞങ്ങൾ നന്ദിയോടെ FOCക്ക് വേണ്ടി സ്മരിച്ചുകൊണ്ട് നിങ്ങൾക്കെല്ലാവർക്കും ഈ ഓണാഘോഷ പരിപാടിയിലേക്ക് സ്വാഗതം പറഞ്ഞുകൊള്ളുന്നു. അടുത്തതായിട്ട് സ്വാഗതം പറയേണ്ടത് നമ്മളുടെ ഓണാഘോഷത്തിന് ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള നമ്മുടെ ഫാമിലിയായിട്ടും നമ്മുടെ പേരൻസ് ഉണ്ട്, അതുപോലെ തന്നെ നമ്മുടെ റിലേറ്റീവ്സ് ഉണ്ട്, അതുപോലെ തന്നെ നമ്മുടെ സുഹൃത്തുക്കളുണ്ട്. നമ്മളെ കാണുവാനും കേൾക്കുവാനും നമ്മുടെ പ്രോഗ്രാമുകൾ ആസ്വദിക്കുവാനുമായിട്ട് ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന എല്ലാവർക്കും I welcome everyone who has come here as our friends, family and relatives for this Onam celebration. അടുത്തതായിട്ട് സ്വാഗതം തീർച്ചയായിട്ടും പറയേണ്ടത് നമ്മൾ ഓരോരുത്തർക്കുമാണ്. ഈ എല്ലാ പരിപാടിയും വിജയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഓരോരുത്തരുടെയും പാർട്ടിസിപ്പേഷനാണ്. നമ്മൾ ഓരോരുത്തരും ഇവിടെ ഇല്ലെങ്കിൽ, നമ്മുടെ പ്രസൻസ് ഇല്ലെങ്കിൽ ഈ പ്രോഗ്രാമിനൊന്നും അതിൻ്റെതായ ഭംഗിയുണ്ടാകും. ഇന്നത്തെ പ്രോഗ്രാമിൽ പങ്കെടുക്കുവാനും ആസ്വദിക്കുവാനായിട്ട് ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന FOCയിലെ എല്ലാ മെമ്പേഴ്സിനും എൻ്റെ എല്ലാ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾക്കും ഈ ഓണപരിപാടിയിലേക്ക് സ്വാഗതം പറഞ്ഞുകൊള്ളുന്നു. നല്ല ഒരു ഓണാഘോഷം എന്നും ഓർത്തു വയ്ക്കാൻ പറ്റുന്ന ഒരു ഓണാഘോഷമായിരുന്നു തീരട്ടെ നിങ്ങൾക്ക് എല്ലാവർക്കും എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ നിങ്ങളെ ഇതിലേക്ക് സ്വാഗതം ചെയ്തിട്ടുണ്ട്. നന്ദി, എല്ലാവർക്കും നന്ദി. താങ്ക് യു. Thank you very much, Jindu John. Next program is Onam message ആണ്. ഓണം മെസ്സേജിനായിട്ട് സുമചേച്ചി വേദിയിലേക്ക് ക്ഷണിക്കുന്നു. സ്നേഹബഹുമാനപ്പെട്ട FOC ഭാരവാഹികളെ, FOC കുടുംബാംഗങ്ങളെ, പ്രിയ കുഞ്ഞുങ്ങളെ, മലയാളികളുടെ
ഒരു ഓർമ്മയാണ് അവർക്കുണ്ടായിരുന്നത്. 2 മണിക്കൂർ ദൈർഘ്യമുള്ള സിനിമ 3, 4, 5 മണിക്കൂറുകൾ കൊണ്ട് കണ്ടു തീർത്തിയ ഒരു ഓണക്കാലം നമുക്കുണ്ടായിരുന്നു. മറ്റൊരു സുഹൃത്ത് ഓർമ്മിച്ചത് അവരുടെ അടുത്തുള്ള വീട്ടിലെ ചേച്ചി തൂക്കുപാത്രവുമായി വരുന്ന ഒരു ഓർമ്മയാണ്. നമുക്കെല്ലാവർക്കും മനസ്സിലായി തൂക്കുപാത്രത്തിൽ എന്തായിരിക്കുമെന്ന്. പായസം. ഞാനിപ്പോൾ ഇത് പറയുമ്പോൾ നമ്മുടെ കുട്ടികൾക്കൊന്നും അത് അത്ര കാര്യമാണോ എന്ന് ചിന്തിക്കുന്നുണ്ടായിരിക്കും. പക്ഷെ നമുക്കതൊക്കെ വലിയ കാര്യങ്ങൾ തന്നെയായിരുന്നു. എനിക്കുള്ള ഓർമ്മയുള്ള ഒരു കുട്ടിക്കാലം ഓണത്തിൻ്റെ ഒരു ഹൈന്ദവ കുടുംബമായിരുന്നു ഞങ്ങളുടെ അടുത്ത് താമസിച്ചിരുന്നത്. രാവിലെ മുതൽ വൈകിട്ട് വരെ ഞങ്ങൾ അവിടെയായിരുന്നു ഓണം ആഘോഷിച്ചിരുന്നത്. അത്രയും ബന്ധങ്ങളായിരുന്നു അയൽവക്കങ്ങൾ തമ്മിൽ. എന്നാൽ ഇന്ന് അതിലെല്ലാം അതിർവരമ്പുകളും പരിധികളും എല്ലാം വന്നിരിക്കുന്നു. പണ്ട് കണ്ടുകൊണ്ടിരുന്ന ഒരു മാവേലി ആകാംക്ഷയോടെ കണ്ടിട്ടുണ്ട്. ഇപ്പോൾ നമ്മളൊരു ടൗണിലേക്ക് ഇറങ്ങിയാൽ പല കടകളുടെ മുമ്പിലും നമുക്ക് കാണാൻ സാധിക്കും. അതുപോലെ ഉപ്പ് തൊട്ട് കർപ്പൂരം വരെ എല്ലാത്തിനും കിഴിവുകളും. നമ്മുടെ അമ്മമാര് മണിക്കൂറുകൾ കൊണ്ട് അടുപ്പിന്റെ തീയും പുകയും ചൂടുമെല്ലാം ഏറ്റ് ഉണ്ടാക്കിക്കൊണ്ടിരുന്ന ഓണവിഭവം നമുക്കിപ്പോൾ മിനിറ്റുകൾക്കുള്ളിൽ നമ്മുടെ ഭക്ഷണമേശയിലെത്തും. ഇങ്ങനെയുള്ള മാറ്റങ്ങളൊക്കെ ഉണ്ടെങ്കിലും വളരെയധികം കാലാന്തരങ്ങൾ കൊണ്ട് മാറ്റം സംഭവിച്ചെങ്കിലും ജാതിയുടെയോ മതത്തിൻ്റെയോ വേർതിരിവുകളില്ലാതെ സ്നേഹത്തിൻ്റെയും സമത്വത്തിൻ്റെയും സാഹോദര്യത്തിൻ്റെയും സർവൈശ്വര്യ സമ്പൂർണമായ ജീവിതം, അതുപോലെ തന്നെ സ്നേഹത്തിൻ്റെ മനുഷ്യ സ്നേഹത്തിൻ്റെ സംസ്കാരം, ഇത് തന്നെയാണ് ഓണത്തിൻ്റെ അടിസ്ഥാനമായ തത്വം. വർഷത്തിലെ ഈ ഒരൊറ്റ ദിവസം കൊണ്ട് പ്രവാസികളായ നമുക്ക് നമ്മുടെ സ്നേഹത്തിൻ്റെയും സംസ്കാരത്തിൻ്റെയും എല്ലാം പൈതൃകം നമുക്ക് കിട്ടിയതിൻ്റെ ഒരു അംശമെങ്കിലും നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് പകർന്നു കൊടുക്കാനായിട്ട് കഴിയുന്നുണ്ടെങ്കിൽ അത് തന്നെയാണ് നമ്മുടെ ഏറ്റവും വലിയ നേട്ടം. കൗമാരക്കാർക്ക്, പുതുതലമുറയ്ക്ക്, യൗവനക്കാർക്ക് നമ്മുടെ പൈതൃകവും പാരമ്പര്യവും എല്ലാം കൈമാറ്റം ചെയ്യുവാനായിട്ട് FOC പോലുള്ള സംഘടനകൾ ഓണം പോലുള്ള ആഘോഷങ്ങൾ സംഘടിപ്പിക്കുന്നതിനെ വളരെയധികം അനുമോദിക്കുകയും അതോടൊപ്പം അവർക്ക് വളരെയേറെ നന്ദി പറയുകയും ചെയ്യുന്നു. ഇവിടെ സന്നിഹിതരായിട്ടുള്ള എല്ലാവർക്കും ഓണത്തിൻ്റെ എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി. താങ്ക് യു വെരി മച്ച് സുമ ചേച്ചി. നെക്സ്റ്റ് നമ്മുടെ പ്രോഗ്രാം പ്രൈസ് ഡിസ്ട്രിബ്യൂഷൻ ആണ്. പ്രൈസ് ഡിസ്ട്രിബ്യൂഷൻ കഴിഞ്ഞതിന് ശേഷം വോട്ട് ഓഫ് താങ്ക്സ്, അതോടുകൂടി നമ്മുടെ ഇനാഗുറേഷൻ സെക്ഷൻ കഴിയും. അത് കഴിഞ്ഞ് നമ്മൾ നെക്സ്റ്റ് സ്റ്റേജിലേക്ക് ആങ്കേഴ്സിന് മൈക്ക് ഹാൻഡ് ഓവർ ചെയ്യുന്നതാണ്. അപ്പോൾ ഫസ്റ്റ് നമ്മൾ സ്റ്റുഡൻസിനാണ് പ്രിഫറൻസ് കൊടുക്കുന്നത്. A ലെവലും GCC നമ്മുടെ ഈ റണ്ണിങ് ഇയറിൽ പാസ്സായവരുടെ അച്ചീവ്മെൻറ്റ് ചെയ്തവരുടെ പ്രൈസ് ഡിസ്ട്രിബ്യൂഷനാണ് ഈ സമയത്ത് നമ്മൾ ക്രമീകരിച്ചിരിക്കുന്നത്. ഫസ്റ്റ് നെയിം തനീഷ ഡേവിഡ്, GCSE ആണ്. തനീഷ ഡേവിനെ സ്റ്റേജിലേക്ക് ക്ഷണിക്കുന്നു. മാവേലിയിൽ നിന്ന് സർട്ടിഫിക്കറ്റ് മേടിക്കും. Next name is Juna Justin. Juna Justin. എല്ലാവരും ഒന്ന് പ്രോത്സാഹിപ്പിക്കുക. ഓക്കെ. നെക്സ്റ്റ് നെയിം ഈസ് ജൂന ജസ്റ്റിൻ. അത് കഴിഞ്ഞിട്ട് റോസ്മേരി ജിമ്മി. റോസ്മേരി ജിമ്മി. നെക്സ്റ്റ് നെയിം ഈസ് ജെറിക് സെൽജി. Jerick Selji. Next level, A level achievements are. First name is George Joseph. Next name is Sharon Roney. Next name is August Sam. August Sam.
Next name is Joseph Chaco. Next level, A-level achievement, Raina Sunny. Next, certificate distribution. Sojan Varghese, BSc Adult Nursing, completed. Next, certificate distribution, Rindo Chapa Anthony, Advanced Clinical Practitioner. അടുത്ത നമ്മുടെ ഒരു സ്പെഷ്യൽ താങ്ക്സ് ആണ്. നമ്മുടെ സ്പോർട്സ് കോമ്പറ്റീഷന് പോഡിയം നമുക്ക് ക്രമീകരിച്ച് തന്നത് ഷൈജു ചേട്ടനാണ്. ചേട്ടൻ നമുക്ക് സ്വമേധ കാശൊന്നും മേടിക്കാതെ നമുക്ക് നല്ലൊരു പോഡിയം പ്രിപ്പയർ ചെയ്ത് തന്നു. ചേട്ടനെ നമ്മുടെ എഫോസിന്റെ പേരിൽ ഈ സമയം ക്ഷണിച്ച് ഒരു ചെറിയ ഗിഫ്റ്റ് വാങ്ങുവാൻ വേണ്ടി താല്പര്യപ്പെടുന്നു. ഓക്കെ, താങ്ക് യു. അപ്പോൾ ഇനി നമ്മുടെ ലാസ്റ്റ് ഒരു പ്രൈസ് ഡിസ്ട്രിബ്യൂഷൻ കൂടെ ഉണ്ട്. അത് നമുക്ക് ഏവർക്കും അറിയാവുന്നതുപോലെ നമ്മുടെ എനിക്ക് തോന്നുന്നു 99% മെമ്പേഴ്സും നമ്മുടെ ഒരു ഷോർട്ട് ഫിലിമിൽ നമ്മുടെ FOC മെമ്പേഴ്സാണ് അഭിനയിച്ചത്. അവർക്ക് നമ്മുടെ FOC ആയിട്ടൊരു സ്പെഷ്യൽ താങ്ക്സും ഒരു ചെറിയൊരു സർട്ടിഫിക്കറ്റും നൽകുന്നുണ്ട്. ഓക്കെ, നമ്മുടെ ഒരു ചെറിയ FOCയുടെ ഒരു സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നു. ഓപ്പറേഷൻ ജെസ്സി എന്നാണ് ആ ഒരു ഷോർട്ട് ഫിലിമിൻ്റെ പേര്. ഞാൻ പേര് വിളിക്കാം, അവരെല്ലാം സ്റ്റേജിലേക്ക് ഒന്ന് വരിക. അതിൻ്റെ ഡയറക്ടർ മനു ജോൺ, സ്ക്രിപ്റ്റ് റൈറ്റർ രഞ്ജിമ അബ്രഹാം, സ്ക്രിപ്റ്റ് റൈറ്റർ ജിൻഡോ ജോൺ, Assistant Director Matthew George, Art Director Anup Shivarajan, Subtitles Alan George, Costume Designer Bainu Benjamin. Next cast, Sabu Varghese, Ishan Sukumaran, Gerard Sojan, Kristen Thomas, Linus Leslie, Maskil Jose, Shabiri Surendran, Shabit Shaji, Jindu Tom. ഓക്കെ, ഇത്രയും പേരാണ്. എല്ലാവരും സ്റ്റേജിലേക്ക് ക്ഷണിക്കുന്നു. അപ്പോൾ നമ്മൾ FOC ആയിട്ട് നമ്മുടെ ആ ഒരു സന്തോഷം അവരെ അറിയിക്കുകയാണ്. അവരുടെ കഴിവുകൾ വെളിപ്പെടുത്തിയതിന്, നമുക്ക് നല്ലൊരു ഷോർട്ട് ഫിലിം എല്ലാവർക്കും അവതരിപ്പിച്ചതിന്, അതിനുവേണ്ടി വളരെയധികം എഫേർട്ട് എടുത്തതിന് എല്ലാവരോടുള്ള FOCയുടെ സ്നേഹവും നന്ദി ഈ സമയം അറിയിക്കുന്നു. നമ്മൾ ഈ സമയം നമ്മുടെ FOC ആയി കൊടുക്കുന്ന സർട്ടിഫിക്കറ്റ് അവർ ഒരുമിച്ച് ചേർന്ന് ഫസ്റ്റ് മേടിക്കുവാൻ താല്പര്യപ്പെടുന്നു. അതിനുശേഷം സിംഗിളായിട്ട് ഡിസ്ട്രിബ്യൂഷൻ ചെയ്യുന്നതായിരിക്കും. ഓക്കെ, താങ്ക് യു.
Okay, thank you everyone. നെക്സ്റ്റ് നമ്മുടെ വളരെ ഒരു പ്രധാനപ്പെട്ട ഒരു ഐറ്റമാണ് നമ്മുടെ ഈ വർഷത്തെ സ്പോർട്സ് ഇവന്റിന്റെ മെയിൻ ട്രോഫി ഡിസ്ട്രിബ്യൂഷൻ ആണ്. അപ്പോൾ അതിന്റെ കാര്യം അറിയിക്കുന്നതിനേക്കായി സ്പോർട്സിന്റെ എക്സിക്യൂട്ടീവ് മെമ്പർ ശ്രീ സ്നേഹൻ വർഗീസിനെ ക്ഷണിക്കുന്നു. ഹലോ, നമ്മുടെ സ്പോർട്സ് ഡേയുടെ ഓവറോൾ പ്രൈസ് ഡിസ്ട്രിബ്യൂഷൻ ആണ് നടക്കുന്നത്. അപ്പം തേർഡ് പ്ലേസ് ഫിനിഷ് ചെയ്ത ടീം ഹഫിൾ പഫ് ശിവചന്ദ്രൻ ആൻഡ് ടീം പ്ലീസ് ടു ദ സ്റ്റേജ്. പ്ലീസ് പെട്ടെന്ന് ഹഫിൾ പഫിന്റെ എല്ലാ ടീം മെമ്പേഴ്സും ഇവിടെ ഉള്ളവർ പ്ലീസ് സ്റ്റേജിലേക്ക് വരണം. സെക്കൻഡ് പ്ലേസ് ഫിനിഷ് ചെയ്തത് ടീം ഗ്രിഫിൻഡോർ. ഗ്രിഫിൻഡോറിലെ എല്ലാവരും കണ്ടാണ്. റോജിൻ ചേട്ടൻ വന്നപ്പോൾ കണ്ടില്ലായിരുന്നു. വൈസ് ക്യാപ്റ്റൻസും ടീം മെമ്പേഴ്സും പ്ലീസ് സ്റ്റേജിലോട്ട് വരണം. ടീം ഗ്രിഫിൻഡോർ. സിറിയഗേഡൻ ടീം ഗ്രിഫിൻഡോറിന്റെ മെയിൻ അമരക്കാരൻ. സോഷ്യൽ മീഡിയയിലും എല്ലാ പ്ലാറ്റ്ഫോമിലും നിന്ന് തള്ളിയാണ്. Thank you. FOC Sports Day 2025 winners Team Ravenclaw. Captain Sergi Thomas and team. Vice Captain Vinci J, please. Thank you.
ഓക്കെ, താങ്ക് യു വെരി മച്ച്. നെക്സ്റ്റ് നമ്മുടെ ഇനോഗ്രേഷൻ സെക്ഷന്റെ അവസാനമാണ് വോട്ട് ഓഫ് താങ്ക്സ്. അതുകൂടെ കഴിഞ്ഞ് നമ്മൾ അടുത്ത കൾച്ചർ പ്രോഗ്രാമിലേക്ക് ഹാൻഡ് ഓവർ ചെയ്യുന്നതാണ്. ഓക്കെ, വോട്ട് ഓഫ് താങ്ക്സ് കഴിഞ്ഞതിന് ശേഷം മെഗാ തിരുവാതിരയാണ്. അപ്പൊ അതിനു വേണ്ടിയുള്ള ക്രമീകരണങ്ങൾ ചെയ്യുക. ഓക്കെ, ഹായ് എവരിവൺ. എൻ്റെ കർത്തവ്യം എന്ന് പറയുന്നത് വോട്ട് ഓഫ് താങ്ക്സ് ആണ്. നിങ്ങൾക്ക് എവർക്കും എന്നെ അറിയാം. ഞാൻ ഒരു വർഷക്കാലം FOCയുടെ പ്രസിഡന്റ് ആയിരിക്കുവാൻ എനിക്ക് അവസരം ലഭിച്ചു. അതിനോട് FOCയോടും അതിന് ഓരോരുത്തരോടും എൻ്റെ സ്നേഹവും നന്ദി അറിയിക്കുന്നു. അതോടെ ഒപ്പം ഓഫീസ് ബേസിൽ സെക്രട്ടറി ആയിട്ട് പ്രവർത്തിച്ചത് ഷെറിൻ സാബാണ്. ഷെറിനെ എനിക്ക് അറിയാവുന്ന നിങ്ങൾക്ക് നേരത്തെ അറിയാം. ഞാൻ വന്നിട്ട് കുറച്ച് നാളെ ആയിട്ടുള്ളൂ. നമ്മുടെ എല്ലാ എനിക്കാണെങ്കിൽ കുറച്ച് എന്താ പറയാ ഒരു 3 വർഷത്തെ അല്ലെങ്കിൽ 3.5 വർഷത്തെ പരിചയമേ ഉള്ളൂ. പക്ഷേ ഷെറിന് കുറേ കൂടെ കൂടുതലായിട്ട് FOCയെ കുറിച്ച് അറിയാം, അതിന്റെ മെമ്പേഴ്സിനെ കുറിച്ച് അറിയാം. അപ്പോൾ എനിക്ക് ആവശ്യമായിട്ടുള്ള നിർദ്ദേശങ്ങൾ നൽകുകയും നമ്മൾക്ക് ഒരുമിച്ച് കാര്യങ്ങൾ തീരുമാനിച്ച് അതിനെ വളരെ മനോഹരമായിട്ടുള്ള രീതിയിൽ അവതരിപ്പിക്കാൻ ഞങ്ങൾ ശ്രമിച്ചു. അതിന് വേണ്ടുന്ന ബെസ്റ്റ് സപ്പോർട്ട് നൽകിയ ഷെറിൻ സാമിന് FOCയുടെയും എൻ്റെയും പേരുള്ള നന്ദി ഈ സമയം അറിയിച്ചുകൊള്ളുന്നു. അതുപോലെ ട്രഷറായിട്ട് പ്രവർത്തിച്ചത് ജിൻഡു ടോമാണ്. ജിൻഡു ട്രഷറായിട്ട് പ്രവർത്തിച്ചു. ജിൻഡുവിനെ കുറിച്ച് പറയുകയാണെങ്കിൽ വളരെ അച്ചടക്കത്തോടുകൂടി വളരെ കർശനത്തോടുകൂടി ഫിനാൻഷ്യൽ കാര്യങ്ങളെല്ലാം ഇടപെടുന്ന ഒരു വ്യക്തിത്വമായിരുന്നു. ഒരു പൗണ്ടായിരുന്നാലും അത് കൃത്യമായിട്ട് എങ്ങനെ ഉപയോഗിക്കണം, അതിന്റെ കറക്റ്റ് കണക്കുകൾ എല്ലാം കൃത്യമായിട്ട് നോക്കുകയും അതിന് വേണ്ടുന്ന ഫിനാൻഷ്യൽ അച്ചടക്കത്തിന് എല്ലാ സപ്പോർട്ടും നൽകി എല്ലാ പ്രവർത്തനങ്ങളിലും FOCക്ക് വേണ്ടി ബെസ്റ്റ് ആയിട്ട് പ്രവർത്തിച്ച ജിൻഡുവിനെ എന്റെയും FOCയുടെ പേരുള്ള നന്ദി ഈ സമയം അറിയിച്ചു കൊടുക്കുന്നു. അടുത്തതായിട്ട് നന്ദി പറയേണ്ടത് നമുക്ക് കഴിഞ്ഞ വർഷം പുതിയ ഒരു പോസ്റ്റ് ഉണ്ടായി PROs ആണ്. നേരത്തെ സ്വാഗതത്തിൽ ജിൻഡു പറഞ്ഞതുപോലെ ആനി ചേച്ചിയും ജിൻഡുവുമായിരുന്നു PROസിന്റെ പ്രധാന ചുമതല എന്ന് പറയുന്നത് കമ്മിറ്റിയും ജനങ്ങളുമായിട്ടുള്ള ആ ലിങ്ക് അല്ലെങ്കിൽ FOC മെമ്പേഴ്സിന്റെ എന്തൊക്കെയാണ് ആവശ്യം, നീഡ്സ് എന്തൊക്കെയാണെന്ന് അറിഞ്ഞ് അവരെ നമുക്ക് കുറച്ചുകൂടെ ഡീപ്പായിട്ട് പരിചയപ്പെട്ട് FOC ഒരു ബിഗ് ഫാമിലി ആയിട്ട് തന്നെ നിലനിർത്തിക്കൊണ്ട് പോവുക എന്നുള്ളതാണ്. അതിനുവേണ്ടി അവർ വളരെയധികം പ്രവർത്തിച്ചു. ഈ സമയം FOCയുടെ പേരിലും എൻ്റെ വ്യക്തിപരമായ പേരിലും ആനി ചേച്ചിക്കും ജിൻഡുവിനോടും നന്ദി ഈ സമയം അറിയിച്ചു കൊടുക്കുന്നു. നെക്സ്റ്റ് നന്ദി അറിയിക്കേണ്ടത് നമ്മുടെ കമ്മിറ്റികൾക്കാണ്. ഞാൻ ആദ്യമേ പറയാം, ഈ കഴിഞ്ഞ ഒരു വർഷത്തെ പരിചയത്തിൽ നിന്നുകൊണ്ട് എനിക്ക് പറയാനുള്ളത് നമ്മുടെ ഈ കഴിഞ്ഞ ഒരു വർഷത്തെ പ്രോഗ്രാം എന്ന് പറയുന്നത് ഒരിക്കലും പ്രസിഡന്റോ സെക്രട്ടറിയോ അല്ലെങ്കിൽ ട്രഷറോ മാത്രം ചെയ്യുന്നതല്ല. അത് ഒരു വലിയൊരു ടീമായിട്ട് നമുക്ക് ചെയ്യുവാൻ സാധിച്ചു. എല്ലാ കമ്മിറ്റികളും വളരെ ശക്തമായിട്ട് അവരുടെ റോളുകൾ നിറവേറ്റി അവർക്ക് ഒരു ടീമായിട്ട് നമുക്ക് ഒരുമിച്ച് നിൽക്കുവാനും FOCയുടെയും നമ്മുടെ ഓരോരുത്തരുടെയും സന്തോഷത്തിനും പ്രോഗ്രാമുകൾക്ക് പിന്തുണ നൽകുവാനും അവർക്ക് സാധിച്ചു. കൾച്ചറൽ കമ്മിറ്റി ആണ് ഇന്ന് പ്രോഗ്രാം കോർഡിനേറ്റ് ചെയ്യുന്നത്. അതിന്റെ എക്സിക്യൂട്ടീവ് മെമ്പറായിരിക്കുന്നത് ശ്രീ ശബരിയാണ്. ശബരിയുടെ നേതൃത്വത്തിൽ വളരെ നല്ല രീതിയിൽ ഒരു ടീം തന്നെ നമുക്ക് കൾച്ചറൽ പ്രോഗ്രാം കോർഡിനേഷൻ ചെയ്യുവാൻ ഉണ്ടായിരുന്നു. അവരെ എല്ലാവരുടെയും പേരായിട്ട് പറയുന്നില്ല. ഈ സമയം കൾച്ചറൽ കമ്മിറ്റിയെ അല്ലെങ്കിൽ അതിന്റെ എക്സിക്യൂട്ടീവ് മെമ്പർ ശബരിയെയും അവരുടെ നേതൃത്വത്തിലുള്ള ആ ഒരു ടീമിനെ FOCയുടെയും എൻ്റെയും പേരുള്ള നന്ദി ഈ സമയം അറിയിച്ചു കൊടുക്കുന്നു. അടുത്തതായിട്ട് സ്പോർട്സ് കമ്മിറ്റി വളരെ വാശിയേറിയ
ചേട്ടന്റെ നേതൃത്വത്തിൽ, എക്സിക്യൂട്ടീവ് മെമ്പറായിട്ട് റോൺ ചേട്ടന്റെ നേതൃത്വത്തിൽ ഒരു ശക്തമായിട്ടുള്ള ടീം ഫുഡ് കമ്മിറ്റി ഉണ്ടായിരുന്നു. ഒരുപാട് കൊട്ടേഷനുകൾ മേടിച്ച് ഏറ്റവും സ്യൂട്ടായിട്ടുള്ള റേറ്റ് നോക്കിയും നല്ല രീതിയിൽ പ്ലാൻ ചെയ്ത് ഫുഡുകൾ അറേഞ്ച് ചെയ്ത ഫുഡ് കമ്മിറ്റിക്ക് അതിന്റെ എക്സിക്യൂട്ടീവ് മെമ്പർക്ക് FOCയുടെയും നമ്മുടെ ഓരോരുത്തരുടെയും പേരിലുള്ള നന്ദി ഈ സമയം അറിയിച്ചു കൊടുക്കുന്നു. അടുത്തതായിട്ട് ഫെസിലിറ്റി കമ്മിറ്റിയാണ്. ഫെസിലിറ്റി കമ്മിറ്റിയെ കുറിച്ച് പറയുകയാണെങ്കിൽ നമുക്കറിയാം, കഴിഞ്ഞ ക്രിസ്മസ് പ്രോഗ്രാമിനും ഈ പ്രോഗ്രാമിനും നമ്മൾ LED ഉപയോഗിച്ചില്ല. LED ആവശ്യം വന്നപ്പോഴേ അതിന് കഴിഞ്ഞു. നല്ലത് നമുക്ക് ഋതുവിന്റെ നേതൃത്വത്തിൽ സ്റ്റേജ് ഡെക്കറേഷൻ ചെയ്യുന്നതാണെന്നുള്ള ശക്തമായിട്ടുള്ള ഒരു അഭിപ്രായം വന്നു. അതനുസരിച്ച് ക്രിസ്മസിനും ഇതിനും ഒട്ടും സമയമില്ല എങ്കിൽ തന്നെയും ഒത്തിരി നേരം അതിനുവേണ്ടി ഡെഡിക്കേറ്റ് ചെയ്ത് ഋതുവിന്റെ നേതൃത്വത്തിൽ ഒരു ശക്തമായിട്ടുള്ള ടീം ഉണ്ടായിരുന്നു. അവർക്ക് FOCയുടെ പേരിലും നമ്മുടെ ഓരോരുത്തരുടെ പേരിലുള്ള നന്ദി ഈ സമയം അറിയിച്ചു കൊടുക്കുന്നു. അടുത്തതായിട്ട് മീഡിയ കമ്മിറ്റി എന്ന് പറയുമ്പോൾ നമ്മുടെ എല്ലാ പ്രോഗ്രാമിന്റെ ഔട്ട് മറ്റുള്ളവർക്ക് നൽകുകയും അതിനെ പോസിറ്റീവ് നിർത്തുകയും ചെയ്യുന്നത് മീഡിയ കമ്മിറ്റിയാണ്. മനുവിന്റെ നേതൃത്വത്തിൽ അതിന് ശക്തമായിട്ടുള്ള ടീമുണ്ട്. അതുപോലെ നമ്മുടെ പോസ്റ്റർ ക്രിയേറ്റ് ചെയ്യുന്നത് മനു, ക്രിസ്റ്റൻ, അങ്ങനെ ഒരു ശക്തമായിട്ടുള്ള ഒരു മീഡിയ കമ്മിറ്റി ടീം തന്നെ അവർക്കുണ്ട്. നമ്മുടെ എല്ലാവരുടെ പേരിലും FOCയുടെ പേരിലും ഈ സമയം അവർക്കും നന്ദി അറിയിച്ചോളൂ. അടുത്തതായിട്ട് നന്ദി അറിയിക്കേണ്ടത് നമുക്ക് 2 സ്പോൺസേഴ്സ് ഉണ്ട് മെയിനായിട്ട്. അത് ലൈഫ് ലൈൻ ആണ് ഒന്ന്. അതിന്റെ ലൈഫ് ലൈനെ കുറിച്ച് നമുക്ക് എല്ലാവർക്കും അറിയാം. ഇൻഷുറൻസും നമ്മുടെ ലോൺസും എല്ലാം വരുന്നതാണ്. ജിൻഡോ ജോൺ നേതൃത്വം കൊടുക്കുന്ന നമുക്ക് അറിയാവുന്ന ലൈഫ് ലൈൻ ആണ് ഒരു സ്പോൺസർ. അതുപോലെ മറ്റൊരു സ്പോൺസർ എന്ന് പറയുന്നത് ലൈഫ് കെയർ ആണ്. അതിന്റെ നമുക്ക് ലോൺസ് കെയർ ആണ്. അതിന്റെ പ്രവർത്തനങ്ങൾ കോർഡിനേറ്റ് ശ്രീ മാത്യു ജോർജ് ആണ്. അപ്പോൾ ആ 2 സ്പോൺസേഴ്സിനോടുള്ള നമ്മുടെ നന്ദി ഈ സമയം അറിയിച്ചുകൊള്ളുന്നു. അതുപോലെ തന്നെ നന്ദി പറയേണ്ട ഒരു വ്യക്തിയാണ് ശ്രീ മാത്യു. എല്ലാ പ്രോഗ്രാമുകളിലും ഏത് കമ്മിറ്റി നോക്കാൻ എല്ലാ പ്രോഗ്രാമുകളിലും എന്താവശ്യത്തിനും നമ്മൾ കോൺടാക്ട് ചെയ്താൽ വളരെ സന്തോഷത്തോടെ എല്ലാത്തിനും നമ്മളോടൊപ്പം ചെയ്യും. നമുക്ക് ആവശ്യമായ എല്ലാ സഹായവും നൽകുന്ന ശ്രീ മാത്യുവിന് നമ്മുടെ FOCയുടെ പേരിലും നമ്മുടെ ഓരോരുത്തരുടെ പേരിലുള്ള സ്നേഹവും നന്ദി ഈ സമയം അറിയിച്ചുകൊള്ളുന്നു. അടുത്തതായിട്ട് നമുക്ക് ഇന്നിവിടെ സൗണ്ട് അറേഞ്ച് തന്നുകൊണ്ട് അവർക്ക് നന്ദി അറിയിക്കുന്നു. അതുപോലെ ഇന്ന് ഫുഡ് കോൺട്രിബ്യൂഷൻ ചെയ്യുന്ന അല്ലെങ്കിൽ ഫുഡ് അറേഞ്ച് ചെയ്യുന്നുണ്ട് അവർക്ക് നന്ദി അറിയിക്കുന്നു. അതുപോലെ ഇന്ന് നമുക്ക് മനോഹരമായ ചെണ്ട നമുക്ക് ആസ്വദിക്കാൻ സാധിച്ച ആ ചെണ്ട ടീമിന് നമ്മുടെ നന്ദി സ്നേഹം അറിയിക്കുന്നു. സമയമില്ലാത്തവരാണ് ഞാൻ പെട്ടെന്ന് പറഞ്ഞു പോകുന്നത്. പിന്നെ ഏകദേശം എല്ലാവർക്കും നന്ദി അറിയിച്ചു തോന്നുന്നു. ഇനി അവസാനമായിട്ട് നന്ദി അറിയിക്കാനുള്ളത് നമുക്ക് ഓരോരുത്തർക്കും തന്നെയാണ്. നമ്മുടെ FOCയുടെ വിജയം അല്ലെങ്കിൽ FOCയുടെ ആ ഒരു FOC എന്ന് നിൽക്കുന്നത് നമ്മുടെ ഓരോരുത്തരുടെയും പ്രവർത്തനം കൊണ്ടാണ്, നമ്മുടെ ഓരോരുത്തരുടെയും യൂണിറ്റി കൊണ്ടാണ്. അത് നമുക്ക് അറിയാം. ഓരോ സമയം ഇങ്ങനെ വളർന്നു വരുന്ന ഒരു സംഘടനയായിട്ട് FOC വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ മുമ്പുണ്ടായിരുന്നത് പോലെയല്ല, പുതിയ ഒത്തിരി കാര്യങ്ങൾ നമ്മൾ ഫേസ് ചെയ്യേണ്ടി വരും. നമുക്ക് ഒരുമിച്ച് നമ്മുടെ സന്തോഷത്തിനായിട്ട് പല സ്ഥലങ്ങളിലുള്ള അല്ലെങ്കിൽ പല സ്ഥലങ്ങളിൽ താമസിച്ച് നമ്മൾ ജോലിയുടെ ഭാഗമായി ഇവിടെ ആവുകയും നമ്മുടെ സന്തോഷത്തിനും നമ്മുടെ ഒരു ബിഗ് ഫാമിലി ആയിട്ട് നമ്മൾ FOC ആയിട്ട് ഇവിടെ ആയിരിക്കുന്നു. മെമ്പേഴ്സ് കൂടുന്നതനുസരിച്ച് നമ്മൾ കുറച്ചുകൂടെ നമ്മൾ കെയർഫുൾ ആവണം. നമ്മുടെ അശ്രദ്ധ കൊണ്ട് ഒരു കാര്യങ്ങളും നമ്മുടെ സംഘടനയ്ക്ക് സംഭവിക്കുവാൻ പാടില്ല. എല്ലാവരും ഒരുമിച്ച് നിന്ന് ശക്തിയോടുകൂടി സന്തോഷത്തോടുകൂടി ഒരു വലിയ കുടുംബമായി FOCയെ നയിക്കുവാൻ സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി.